അമേരിക്കയും ട്രംപും ഒരുക്കിയ കെണിയിൽ പാകിസ്ഥാൻ വീഴുകയായിരുന്നു. പതിറ്റാണ്ടുകളായി സൗഹൃദത്തിലായിരുന്ന താലിബാൻ ദിവസങ്ങൾക്കുള്ളിൽ ശത്രുക്കളായി മാറി. അതിന് കാരണമായത് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഇതിന് കാരണമായത് എന്ന് പറയുമ്പോൾ ഇത് ആളിക്കത്തിച്ചത്. കഴിഞ്ഞ കുറേ കാലമായി അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം കണ്ണുവെക്കുന്നു. ഇവരുടെ കളി അവസാനിപ്പിക്കാൻ അമേരിക്ക ശ്രമം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷേ ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാനെ അവരുടെ അടുത്തു നിന്നും അകറ്റുക അത്ര എളുപ്പമായിരുന്നില്ല. അതിനിടയിലാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്ക വെച്ച കെണിയിൽ പാകിസ്ഥാൻ വീഴുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കരുതുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ രൂക്ഷമായ നിലയിലേക്ക് ഉലയുന്നത്. പിന്നാലെ അഫ്ഗാൻ മന്ത്രി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നതും ദിവസങ്ങളോളം ഇന്ത്യയിൽ തങ്ങുന്നതും ചർച്ച നടത്തുന്നതും പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചു. പാകിസ്ഥാനെ തുറന്നു പറയാൻ യാതൊരു മടിയും ഉണ്ടായില്ല. ഇന്ത്യയുടെ മടിയിലിരുന്ന് തങ്ങളെ അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിലപിക്കുന്നത്. സൗദി വഴി വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന ഒരു ഓഫർ, ബാഗ്രാം വ്യോമത്താവളം തങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ താലിബാനെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാകണം ഒരുപക്ഷെ സൗദിയുമായിട്ട് പാകിസ്ഥാൻ ഒരു പാക് നാറ്റോ സഖ്യം രൂപീകരിക്കുന്നതിലേക്ക് ഇടയാക്കിയത്. ഏതായാലും അമേരിക്കയുടെ പുതിയ കെണിയിൽ ഇപ്പോൾ മുനീറും സംഘവും വീണിരിക്കുന്നു. ഒരുപക്ഷെ മുനീർ കൊണ്ട് തലവെച്ച് കൊടുത്തു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാരണം വ്യോമത്താവളങ്ങളൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കൻ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു. ഏതാണ്ട് അവരുടെ യൂണിറ്റുകൾ പലതും കരസേനയുടെ അടക്കമുള്ള യൂണിറ്റുകൾ പാകിസ്ഥാനിൽ എത്തിയത് നമ്മൾ മുൻപ് വാർത്ത ചെയ്തിരുന്നു. ഏതായാലും അമേരിക്കയുടെ പുതിയ നീക്കം ഇന്ത്യയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ സംശയത്തോടാണ് നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.